അടുത്ത സമയത്തു തന്നെ കോൺഗ്രസ് പിളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. NDA നേടിയ മഹാവിജയത്തിൽ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസ് യുവാക്കളുടെ ഭാവി നശിപ്പിച്ചെന്നും നരേന്ദ്രമോദി വൻ ജനക്കൂട്ടത്തോട് ഡൽഹിയിൽ പറഞ്ഞു. SIRനുള്ള അംഗീകാരമാണ് ഈ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അതിശയമുണ്ടാക്കിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. തുടക്കം മുതൽ നീതിപൂർവകമല്ല തെരഞ്ഞെടുപ്പ് ക്രമങ്ങളെന്നും അദ്ദേഹം ആവർത്തിച്ചു. NDA 202 സീറ്റിൽ ജയിച്ചപ്പോൾ വെറും 34 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത്. ചെങ്കോട്ടയിൽ കാർ ബോംബ് സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ ഏജൻസികൾ തകർത്തു. ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഭാഗമാണ് ഉമർ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കേരള കേഡർ ഉദ്യോഗസ്ഥൻ വിജയ് സാക്കറെയാണ് NIA അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് അവധിയിലും അർദ്ധവാർഷിക പരീക്ഷയിലും മാറ്റം വരുത്താൻ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായ യോഗം തീരുമാനിച്ചു. പരീക്ഷ ഒറ്റഘട്ടമായി ഡിസംബർ 15 ആരംഭിച്ച് 23 അവസാനിക്കും. കണ്ണൂരിൽ UDF സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. UDF ജില്ലാ നേതൃയോഗം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രനും BJPയുമായി ഡീലുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച CPM ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ആനി അശോകനെ CPM പുറത്താക്കിയത് വാർഡിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ 2 തവണ പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളാണ് ആനിയെന്ന് ഏരിയ കമ്മിറ്റി അംഗം ഗോപൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പത്രിക സമർപ്പണം ആരംഭിച്ചു. 7 ദിവസം പത്രിക സമർപ്പണത്തിന് അവസരമുണ്ട്. അവസാന തീയതി ഈ മാസം 21 വരെയാണ്. സൂക്ഷ്മ പരിശോധന 22-നും പിൻവലിക്കാനുള്ള അവസാന തീയതി 24-നും ആയിരിക്കും. ബീഹാറിലെ കനത്ത പരാജയം പൂർണ്ണമായും കോൺഗ്രസ് ചർച്ച ചെയ്യണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. ബീഹാർ പ്രചരണത്തിന് പാർട്ടി തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തരൂർ പറഞ്ഞു. കൊച്ചി ഡെപ്യൂട്ടി മേയർ KA ആൻസിയ CPI വിട്ടു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി രൂക്ഷമായ തർക്കത്തിനൊടുവിലാണ് ആൻസിയ പാർട്ടി വിട്ടത്. പാർട്ടി വ്യക്തികൾക്കായി വഴിമാറുന്നുവെന്ന് ആൻസിയ ആരോപിച്ചു. വ്യോമസേനയുടെ ബേസിക് ട്രെയിനർ ജെറ്റ് വിമാനം ചെന്നൈയിലെ താമ്പരത്തിന് സമീപം ഇന്നലെ ഉച്ചയോടെ തകർന്നു വീണു. വിമാനം താഴേക്ക് പതിക്കുന്നതിന് മുമ്പ് പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് ചാടിയ പൈലറ്റ് രക്ഷപ്പെട്ടു. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ K. ജോസ് ഒരുക്കിയ കളങ്കാവൽ ഈ മാസം 27-ന് തിയേറ്ററുകളിലെത്തും. കളങ്കാവൽ ട്രെയിലർ കാണാൻ മണിക്കൂറുകൾ കൊണ്ട് യൂട്യൂബിൽ മില്യൺ കാഴ്ചക്കാരെത്തി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.